ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഇനി പഠിക്കാൻ പോകുന്ന നമ്മുടെ ചാപ്റ്റർ ആണ് നമ്പർ പ്ലേ അല്ലേ. ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. രസകരമായിട്ടുള്ള ഒരുപാട് മാജിക്കുകൾ ഈ ഒരു ചാപ്റ്ററിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കുഞ്ഞു കണ്ടന്റ് നമുക്ക് ഇന്ന് പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. സോ അത് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഗെയിം ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഇവിടെ കുറച്ച് താഴെ നിങ്ങൾക്ക് എന്ത് കാണാം? ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് കാണാം അല്ലെ. എത്ര എണ്ണം ഉണ്ട്? 4, 5, 6, 7. 7 ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് തന്നത്. ഇതിനകത്ത് 13 ആണ്. 9, 1, 7, 11, 5 and 3. അപ്പൊ ഈ നമ്പേഴ്സിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാലും മനസ്സിലാവും ഇതൊക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സുകളാണ്. സോ ഈ ഓഡ് നമ്പേഴ്സിന്റെ അകത്ത് ഏതെങ്കിലും 5 എണ്ണം, ഓക്കെ, ഓഡ് നമ്പേഴ്സിന്റെ അകത്ത് റിപ്പീറ്റ് ചെയ്യാതെ ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് നോക്കാം? ആഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടണം എടാ? യെസ്, 30 ആയിട്ട്, അതിന്റെ സമ്മായിട്ട് എനിക്ക് 30 കിട്ടണം. സോ ഏതൊക്കെ നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്താലായിരിക്കും അതിന്റെ സമ്മായിട്ട് എനിക്ക് 30 കിട്ടുക എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യാം? ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. എനിക്ക് ആദ്യം എന്ത് ചെയ്യാം? 13 എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ 9 എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചൂസ് ചെയ്യാം. അപ്പൊ 30 എനിക്ക് ആഡ് ചെയ്താൽ കിട്ടണം. ഞാനൊന്ന് ചുമ്മാ എടുത്ത് നോക്കട്ടെ കേട്ടോ. ചുമ്മാ ഞാൻ എന്ത് ചെയ്തു? 9 എന്നുള്ള നമ്പർ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 9 എടുത്തു. റിപ്പീറ്റ് ചെയ്യരുത്. എനിക്ക് വേറെ ഏതെങ്കിലും നമ്പർ എടുക്കാം ഇനി അതിൻ്റെ അകത്ത് നിന്നും. ഓക്കെ, 9ന്റെ കൂടെ ഞാൻ 1 ചൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 10 ആയി. അത് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 10 ആയി. ഓക്കെ, നമുക്ക് 30 ആണ് എത്തേണ്ടത്. ഓക്കെ, അടുത്ത് ഞാൻ 7 എടുത്തു. അപ്പൊ എത്രയായി? 17 ആയി. ഓക്കെ, അടുത്ത് നമുക്ക് 3 എടുത്താൽ അത് 20 ആയി. പക്ഷെ ഇനി ഒരു നമ്പറും കൂടെ ചൂസ് ചെയ്താൽ എനിക്ക് 30 കിട്ടണം. പക്ഷെ അത് 10 അല്ലേ, 10 എന്നുള്ള നമ്പർ കൊടുത്താലേ കിട്ടുള്ളൂ. പക്ഷെ അത് നമുക്ക് ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, സാരമില്ല. നമുക്കിനി എന്ത് ചെയ്യാം? വേറെ നമ്പേഴ്സുകൾ ചൂസ് ചെയ്ത് നോക്കാം. അപ്പൊ വേറെ നമ്പേഴ്സ് ചൂസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആദ്യം തന്നെ 13 എടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് വേണമെങ്കിൽ 7 എടുക്കാം. ഇപ്പൊ 20 ആയല്ലേ, 20. ഇനി എന്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? യെസ്, അവിടെ 3 ഓഡ് നമ്പേഴ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആഡ് ചെയ്താൽ 30 കിട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട നമ്പർ കൊടുത്ത് നോക്കിക്കേ. 5 കൊടുത്തോ. 5, 25 ആയി. പക്ഷെ ഇനി 5 കൊടുക്കാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും നമ്പേഴ്സുകൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് നമ്പർ ആയിരിക്കും ഇവിടെ കൊടുക്കുക? ഏത് നമ്പർ കൊടുക്കാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ കൊടുത്തു. അപ്പൊ ഞാൻ 9 കൊടുത്തു എന്ന് വിചാരിച്ചു. 9 കൊടുത്തു. ദെൻ ഇനി അടുത്തതായിട്ട് എനിക്ക് ഏത് നമ്പർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. 11 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി മേലോട്ടേക്ക് പോവോ താഴോട്ടേക്ക് വരുമോ എന്നൊക്കെ നിങ്ങൾ നോക്കാം. ഇത് തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. ദെൻ അടുത്തത് നോക്കിക്കേ, 29. പിന്നെ ഇതേ നമുക്ക് വേണമെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. 25 ആയി. ദെൻ അടുത്തത് 25നോട് വീണ്ടും നമ്മൾ 9 ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 25നോട് 9 ആഡ് ചെയ്താൽ നമുക്ക് 30യുടെ മുകളിലേക്ക് വന്നു അല്ലേ. 30യുടെ മുകളിലേക്ക് വന്നു. അപ്പൊ നമുക്ക് എന്തായാലും ആ നമ്പർ അവിടെ എന്താക്കാൻ പറ്റില്ല? കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഏത് രീതിയിൽ കഷ്ടപ്പെട്ട ഓരോ നമ്പേഴ്സുകളും മാറ്റി കൊടുത്ത് നോക്കിയാലും ഒരിക്കലും എന്റെ കുട്ടികൾക്ക് ഇതിലുള്ള ഏത് 5 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാലും ആരെ കിട്ടാൻ പോണില്ല? 30 കിട്ടാൻ പോണില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ട്രിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചുമ്മാ നിങ്ങൾ ഏതാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓഡ് നമ്പേഴ്സ്, നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സുകളാണ് ഓഡ് നമ്പേഴ്സ് അല്ലേ. അതിൽ എന്റെ കുട്ടികൾ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെയുള്ള എന്ത് ചൂസ് ചെയ്തോളൂ? ഓഡ് നമ്പേഴ്സ് ചൂസ് ചെയ്തോളൂ. ഞാൻ എടുക്കുന്ന ഓഡ് നമ്പേഴ്സ് 1 and 3 ആണ്. ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് ഞാൻ ചൂസ് ചെയ്തു. അത് ഞാൻ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എത്രയാണടാ? 4. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ആൻസർ അതൊരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ. ശ്രദ്ധിച്ചോളൂ, 2 എണ്ണം കൂട്ടിയപ്പോൾ എനിക്ക് ഈവൻ നമ്പർ കിട്ടി. 2 ഓഡ് നമ്പർ കൂട്ടിയപ്പോൾ എനിക്ക് ഈവൻ നമ്പർ കിട്ടി. ഓക്കെ, ഞാൻ 3 ഓഡ് നമ്പർ ആണ് ആഡ് ചെയ്തതെങ്കിലോ? 3 ഓഡ് നമ്പർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്താ ആൻസർ കിട്ടിയെന്ന് നോക്കിക്കേ. 1 + 3 = 4. 4 + 5 എത്ര വരും? 9. 9 ഈസ് ആൻ ഓഡ് നമ്പർ ഇല്ലേ. 9 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ 3 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ് അല്ലേ. അപ്പൊ എണ്ണം ശ്രദ്ധിക്കുക നിങ്ങൾ. 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഓഡ് നമ്പർ ആണ് കിട്ടിയത്. അടുത്ത് നോക്കിക്കേ നിങ്ങൾ. ഞാൻ 4 എണ്ണം എടുത്തു എന്ന് വിചാരിച്ചു. 1 + 3 + 5 + 7. അപ്പൊ 9ന്റെ കൂടെ 7 കൂടെ കൂട്ടിയപ്പോ എനിക്ക് 16 കിട്ടി. യെസ്, 16 എന്ന് പറഞ്ഞാൽ ആരാണ്? ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ അല്ലേ. ഇനി നിങ്ങൾ 5 എണ്ണം എടുത്ത് നോക്കിക്കുക. 5 എണ്ണം 1 + 3 + 5 + 7 + 9 എടുത്തോളൂ. 9. അപ്പൊ നമ്മൾ 16ന്റെ കൂടെ വീണ്ടും ആരെയും കൂടെ ആഡ് ചെയ്യണം? 9 കൂടെ ആഡ് ചെയ്താൽ എനിക്ക് 25 കിട്ടി. നോക്കടാ മക്കളെ, 25 എന്ന് പറഞ്ഞാൽ അത് ഓഡ് നമ്പർ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം നിങ്ങൾക്ക്
25 ഒരു ഓഡ് നമ്പർ ആണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും അല്ലെ, ഈ ഓഡ് നമ്പേഴ്സ് ഞാൻ ആഡ് ചെയ്ത് പോയപ്പോൾ എനിക്ക് സമ്മായിട്ട് കിട്ടിയത് അല്ലെ, അത് എനിക്ക് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ നമ്പേഴ്സിന്റെ അകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താണ് ആ ഡിഫറൻസ്? ഞാൻ ആദ്യം എടുത്തത് 2 ഓഡ് നമ്പേഴ്സ് ആയിരുന്നു. 2 എന്ന് പറഞ്ഞാൽ അത് ഈവൻ നമ്പർ ആണല്ലേ. നോക്കടാ, ഞാൻ ആദ്യം ചൂസ് ചെയ്തത് 2 ഓഡ് നമ്പർ ആയിരുന്നു, 2 മാത്രം അല്ലേ. പിന്നെ ഞാൻ ചൂസ് ചെയ്തത് 3 ഓഡ് നമ്പേഴ്സ് ആയിരുന്നു, പിന്നെ 4, പിന്നെ 5. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈവൻ നമ്പർ വരുന്ന അല്ലേ. ഞാൻ ഓഡ് നമ്പേഴ്സ് എത്ര ഐറ്റംസ് എടുക്കുന്നുണ്ട്, ഈവൻ നമ്പർ ഓഫ് ഐറ്റംസ് ആണ് എടുത്തതെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ആൻസറിൽ ആരേ കിട്ടുള്ളൂ, ഈവൻ നമ്പറേ കിട്ടുള്ളൂ അല്ലെ. പക്ഷെ ഞാൻ ഓഡ് നമ്പറിൽ എന്ന് വെച്ചാൽ 1, 3, 5 3 ഓഡ് നമ്പേഴ്സ് എടുത്ത് കൂട്ടി എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എടുക്കുന്ന നമ്പർ ഓഫ് ഐറ്റംസ് ഓഡ് നമ്പറിലാണ് വരുന്നതെങ്കിൽ അവിടുത്തെ സമ്മും എത്ര തന്നെയായിരിക്കും? യെസ്, ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇത്ര നേരം നമ്മൾ ആഡ് ചെയ്ത് നോക്കിയത് 5 ഐറ്റം ആയിരുന്നു അല്ലെ, 5 ഐറ്റം ആയിരുന്നു. അപ്പൊ 5 ഐറ്റം 5 ഓഡ് നമ്പേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഈവൻ നമ്പർ കിട്ടുമോടാ? ഒരിക്കലും കിട്ടില്ല. 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഓഡ് നമ്പറെ കിട്ടാൻ പാടുള്ളൂ ഇല്ലേ, കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാൻസ് നിങ്ങൾക്ക് ഒരിക്കലും എന്താവില്ല, കിട്ടില്ല. ഇത് നിങ്ങൾ ഏത് തവണ എത്ര തവണ എടുത്ത് കൂട്ടി നോക്കിയാലും നിങ്ങൾക്ക് ഒരിക്കലും 30 കിട്ടാൻ ചാൻസ് ഇല്ല. സോ മക്കൾ ശ്രദ്ധിക്കുക, ഈ ഒരു 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 കിട്ടില്ല. പകരം 6 ഓഡ് നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 30 കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. സോ ശ്രദ്ധിക്കേണ്ട ഈ ഒരു പാറ്റേൺ, ഈ ഓഡ് നമ്പേഴ്സിന്റെ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞി കണ്ടന്റ് എന്റെ മക്കൾ പഠിച്ചു വെക്കുക. നമ്മളെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.